നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മെറും പറയുന്നത് തന്നെ മഴക്കാലമൊക്കെ അല്ലേ. അപ്പോൾ മഴക്കാലത്താണെങ്കിൽ പോലും നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ നമ്മൾ നേരത്തെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ നമുക്ക് കറികൾക്കുള്ള നമുക്ക് വെജിറ്റബിൾസ് നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം, അല്ലയോ? അതെ അതെ. നേരത്തെ എന്തെങ്കിലും നട്ടിട്ടുണ്ടോ അവിടെ? ഞാനൊന്നും ഇല്ല, മമ്മിയും നടും. ഞാൻ വേണമെങ്കിൽ പറിച്ചു തരാം. നമുക്ക് പോയി നോക്കാം. എന്താ മമ്മി ഇപ്പം കുറേ നാളായി അകത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പം പഴയതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നേരത്തെ നട്ടതൊക്കെയാണ് ഇപ്പം നമ്മൾ അതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നത്. അതെ അതെ. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം നമുക്ക് പോകാം. ഇത്രയും പറമ്പിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്റ്റിക്കും കൊണ്ടൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം മെറിനൊരു കൈ സഹായത്തിന് വരുന്നതുകൊണ്ട് ഇനി മെറും മതി. എന്താ മെറിനെ കമ്പായിട്ട് പോയി സ്ഥലങ്ങളൊക്കെയാണ്, വള്ളിയൊക്കെ കാണും. എല്ലാം അങ്ങനെ മത്തൻ പടർന്ന് കിടക്കുക കേട്ടോ. ഇവിടൊക്കെ നല്ല മഴയാണ് ഇപ്പോൾ. അല്ലേ, മഴക്കാലമാണ്, മഴയുണ്ട്, ഇടയ്ക്ക് കാറ്റുണ്ട്. കാറ്റത്ത് വീണ മരമൊക്കെ നാണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. 5 ദിവസം ഞങ്ങൾക്ക് കറണ്ട് ഇല്ലായിരുന്നു. എന്നിട്ട് ഇങ്ങനെ അങ്ങ് മറിഞ്ഞങ്ങ് വീഴുമായിരുന്നു അന്ന് കാറ്റത്തെ മരങ്ങളെല്ലാം. പേടിച്ചു പോയി. ചുഴലിക്കാറ്റായിരുന്നു, ഭയങ്കര ചുള്ളിയായിരുന്നു. പോസ്റ്റുകൾ ഇഷ്ടംപോലെ പോസ്റ്റും മരങ്ങളും ഒക്കെ വീണ് വെള്ളവും ഇല്ല, കരണ്ടും ഇല്ല, വല്ലാത്തൊരവസ്ഥയായിരുന്നു. മത്തൻ ഇവിടെ എല്ലാം അങ്ങനെ പടർന്ന് കിടപ്പുണ്ട്. ഇടയ്ക്കൊക്കെ വന്നിട്ട് മത്തൻ്റെ ഇലയൊക്കെ പിച്ച് തോരൻ വയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് മത്തൻ ഇല വെച്ചിട്ട് തോരൻ വയ്ക്കാം. അന്നത്തെ തോരൻ ഇഷ്ടമല്ലായിരുന്നോ? അല്ലേ, എല്ലാം കാടാണ്. കുറേ നാളത്തേക്ക് കിടപ്പായപ്പോഴത്തേക്ക് മൊത്തവും കാടായി. എന്നിട്ട് അണ്ണി നിർത്തി കുറേയൊക്കെ പറിച്ചു. അതുകൊണ്ട് ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഒരു മത്തൻ കുഞ്ഞ് ഇങ്ങനെ പരുവായിട്ട് കിടപ്പുണ്ട്. പിന്നെ രണ്ട് അതിന് തൊട്ടപ്പുറത്തായിട്ട് വേറെ ഒന്നും കൂടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനതിൻ്റെ ഇല തന്നെ പിച്ചിട്ട് ഇങ്ങനെ മറച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. നിറഞ്ഞൊന്ന് കട്ട് ചെയ്യാം. കൂടെ കുഴപ്പമില്ല അല്ലേ? അതെ. ഇടയ്ക്കാണെങ്കിൽ ഒരു ഈച്ച എങ്ങാണ്ട് ഒന്ന് കൊത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇല വെച്ച് മറച്ച് വെച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കിട്ടിയാണ്. എത്രയെങ്കിലും ആവട്ടെ, മഴപ്പരുവത്തിന് ഇത്രയും കിട്ടിയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ കാട്ടിനിടയ്ക്കോട്ടൊക്കെ കാണുമായിരിക്കും. നമുക്ക് അതിനകത്തോട്ട് കയറാൻ ഒരു മടി, അതുകൊണ്ട് കയറുന്നില്ല. കുറച്ച് മത്തൻ്റെ ഇലയും കൂടെ പിച്ചിട്ട് കുഞ്ഞ് തളിരില നോക്കി പിച്ച തളിരിലയും പിന്നെ അതിൻ്റെ തുമ്പും നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള തുമ്പ് കട്ട് ചെയ്തിട്ട് അതിനകത്ത് കുഞ്ഞ് മത്തനൊക്കെ വന്ന് കിടപ്പുണ്ട്. എന്നാലും സാരമില്ല, അതൊക്കെ വെയിറ്റ് പോകും. പാവല്ലേ, വേണ്ടേ? എങ്കിൽ പിന്നെ വിട്ടാൽ നേരം പറഞ്ഞല്ലേ, വിട്ടാൽ വളരട്ടെ. വിട്ടോ. അപ്പോൾ എങ്കിൽ നമുക്ക് ഇനി ഇല മാത്രം പിച്ച് എന്താ, കുറച്ച് മതി. കുറച്ചൊരു 10 ഇല അരിയുമ്പോൾ തന്നെ ഇഷ്ടംപോലെ കാണും. എല്ലാത്തിലും വരുന്നുണ്ട് കണ്ടോ, പിഞ്ച് കായ എല്ലാത്തിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്യുന്നില്ല, അവിടെ നിന്നോട്ടെ. മത്തൻ കറിയും മത്തേല തോരനും ആയിട്ടുണ്ട്. ഇന്ന് മത്തൻ്റെ കളിയാലിയാ. അതെ. അപ്പം ഇനി വേറെ നമ്മൾ നോക്കണം. ഇച്ചിരി ഇല വെച്ചോണം. മത്തൻ്റെ പൂവും മത്തൻ്റെ ഇലയും ഒക്കെ ഇട്ട് കറിയൊക്കെ വെക്കാൻ കേട്ടോ. ഇതിനകത്ത് കാ പിടിച്ചിരിക്കുക കണ്ടോ. അപ്പോൾ ഇതിനകത്തൊക്കെ നല്ലതുപോലെ കായൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ചാരവും ചാണകവും കൂടെ ഇളക്കി ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഓരോ തണ്ടിൻ്റെ അടുത്തുമായിട്ട് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കായൊക്കെ പിടിച്ചോളും. ഇനി നമുക്ക് അങ്ങോട്ട് നോക്കിയിട്ട് കുറച്ച് ചുമന്ന വെണ്ടയ്ക്ക നിൽപ്പുണ്ട്, അതിനടുത്തോട്ടൊന്ന് പോകാം. അപ്പം നമ്മൾ വെണ്ടയ്ക്കയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം വെണ്ടയ്ക്ക അതാണ്ട് ഇഷ്ടം പോലെ. ഇടയ്ക്ക് നമ്മളിത് റീൽസ് ഇട്ടായിരുന്നു ഈ വെണ്ടയ്ക്ക. ചുമന്ന കൊമ്പൻ വെണ്ട കേട്ടോ, ഇഷ്ടം പോലെ അങ്ങ് പിടിക്കും. ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ഞാനൊരു 10-15 മൂട് നട്ടിട്ടുണ്ട്. അതിനകത്തെല്ലാം ഇഷ്ടം പോലെ കായും പിടിച്ച് നിൽപ്പുണ്ട്. അപ്പം ഞാൻ വന്ന് വിളവെടുക്കാത്തോട്ട് അത് അവിടെ നിൽപ്പുണ്ട്. ഉണ്ടത് ഇപ്പം മൂത്ത ആണോ ഏതാണോ നമ്മൾ തുമ്പ് ഇങ്ങനെ ഒന്ന് ഒടിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാനാണ്. ഒടിച്ചാൽ ഒടിയുന്നതാണ്, അതാണ് പരുവം. ഒടിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മൂത്ത് പോയി, അത് പിന്നെ അതിനെ പിച്ചിട്ട് കാര്യമല്ല കേട്ടോ. താഴെ നിൽക്കുന്ന എല്ലാം മുറ്റി നിൽക്കുക.
നല്ല മുള്ളുണ്ട് കേട്ടോ ഇതിന്. ഇപ്പം വേനലായാലും മഴക്കാലമായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇപ്പം ഏത് കാലാവസ്ഥയിലും നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് വിളവെടുക്കാം, കണ്ടില്ലേ. നമുക്കിപ്പോൾ ഈ മഴക്കാലത്തൊന്നും കടയിലൊക്കെ പോകാതെ തന്നെ ഇപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ വിളവെടുക്കാനായിട്ട് സാധിച്ചു. കൂടാതെ എല്ലാത്തിൻ്റെയും വെറൈറ്റി വിത്തുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം വാങ്ങിക്കുന്നവരെന്നുണ്ടെങ്കിലും ഇപ്പം 50-60 ടൈപ്പ് വിത്തുകളൊക്കെയാണോ ഓരോരുത്തർ വാങ്ങുന്നത്. നമുക്ക് തന്നെ അതിശയം തോന്നും, അവർക്ക് ഇത്രയും സ്ഥലം ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പക്ഷെ നമ്മുടെ വിത്തുകളും നല്ല ക്വാളിറ്റി ഉള്ളത് ആയതുകൊണ്ടാണ് എല്ലാവരും വാങ്ങിക്കുന്നത് തന്നെ. ഇപ്പോൾ ചിലർക്കൊക്കെ ഒന്നിൽ കൂടുതൽ വെറൈറ്റീസ് ആയിട്ടുള്ള ഒരു സാധനത്തിനാണ്, ഇപ്പോൾ വെണ്ടയാണെങ്കിലോ മുളകാണെങ്കിലോ കുറേ വെറൈറ്റീസ് വേണ്ടവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഡിസ്കൗണ്ട് ഓഫറായിട്ട് നമ്മളൊരു കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴൊക്കെ വാങ്ങിച്ച് നമ്മൾ പാകിയൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ ഓണത്തിനൊക്കെ നന്നായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം പലതരത്തിലുള്ളതായ വിത്തുകൾ ഇപ്പം വാങ്ങിക്കുമ്പോൾ എല്ലാ ടൈപ്പ് വിളവും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇന്നത്തേക്കുള്ളതും നാളത്തേക്കുള്ളതുമായ പച്ചക്കറി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഇതേപോലെ ആഗ്രഹം കാണും, എന്തോ പച്ചക്കറികളൊക്കെ നടണം, വിളവെടുക്കണം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ. ഇപ്പം ടെറസിലാണെന്നുണ്ടെങ്കിലും ചാക്കിനകത്താണെന്നുണ്ടെങ്കിലും എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. പക്ഷെ എന്തോ വേണം, ചെയ്യാനുള്ളൊരു മനസ്സ് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. രാവിലെ ഒരു അരമണിക്കൂർ, വൈകുന്നേരം ഒരു അരമണിക്കൂർ ഒക്കെ ചിലവഴിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വിളവെടുക്കാം. അപ്പം നമ്മുടെ ഈ പറമ്പിൽ നമ്മൾ 4 വശവും നമ്മൾ മതിൽ കെട്ടിയായിരുന്നു. ഇപ്പം നേരത്തെ കാണിച്ചായിരുന്നു, മതിൽ കെട്ടാനുള്ള പരിപാടി ആയിരുന്നില്ല, നമ്മൾ നെറ്റ് അടിക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പം ലാസ്റ്റ് ചെയ്യുന്നത് കട്ടയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കട്ടയിലോട്ട് കയറിയത്. നമുക്ക് വേറെ പ്ലാനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു, നെറ്റ് അടിച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് പച്ചക്കറിയൊക്കെ പടർത്താം എന്നുള്ള ഒരു ഇതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. കുറേ പേര് പറഞ്ഞു ഇതാകുമ്പം കുറേ നാളങ്ങ് നിന്നോളും, മറ്റേ നമ്മൾ തുരുമ്പിക്കുകയൊക്കെ ചെയ്താൽ അത് പിന്നെ നമ്മളത്രയും പൈസ ചിലവാക്കിയിട്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിലോട്ട് തിരിഞ്ഞത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൂണോയും ബ്രൗണിയും നമുക്ക് അഴിച്ചു വിടണം. അതായിരുന്നു രാവിലെ ഒരു വല്ലാത്ത ജോലി, രാവിലെയും വൈകുന്നേരവും അവരെ അഴിച്ചു വിടുക, അവരെ തിരിച്ച് കയറ്റുക എന്നൊക്കെ ഉള്ളത്. അവരെ ഈ പറമ്പിൽ നിന്നൊക്കെ അങ്ങ് ഓടി അങ്ങ് താഴെ കനാലിലൊക്കെ അങ്ങ് പോകും. പിന്നെന്ന് പറഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞാൽ പന്നി കയറി വരാൻ തുടങ്ങി. അങ്ങനെ പന്നിയും ബ്ലോക്ക് ചെയ്തു. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്ലാനും പദ്ധതിയിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അതെ, ഇതിന്റെ പണി സമയത്തായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ മഴയൊക്കെ പെയ്യുമ്പോൾ മണ്ണെല്ലാം ഒലിച്ചു പോകുന്നു. പിന്നെ ഈ തിടിലെല്ലാം കെട്ടുന്നതെല്ലാം തോരപ്പനേലി തുരന്ന് മണ്ണെല്ലാം കുത്തിക്കളയുന്നു. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടങ്ങ് കെട്ടി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇപ്പം പറഞ്ഞു വന്നതിൻ്റെ സാരം നമ്മളെല്ലാവരും കൃഷി ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്, മതിലുകെട്ടല്ല. എല്ലാവരും കൃഷിയൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ മഴക്കാലമായാലും വേനൽക്കാലമായാലും കണ്ട് ഇതേപോലെ കുറച്ച് പച്ചക്കറിയെങ്കിലും വിളവെടുക്കാണ്ട് സാധിക്കും. ഞാൻ ഇത്രയും കിടപ്പൊക്കെ ആയിട്ട് കൂടി നമ്മൾ നേരത്തെ ചെയ്ത കൃഷിയിൽ നിന്നാണ് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ minis-lifestyle.com നിങ്ങൾ നോക്കാവുന്നതാണ്. കോംബോ ഓഫേഴ്സും പുതിയ ഓഫേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഞങ്ങൾ രണ്ടുപേരും ബൈ.